കഷ്ടതകൾ ഒന്നിനു പുറകെ ഒന്നായി ഓരോന്നോരോന്നായി കടന്നു വന്നിട്ട് ജീവിതത്തിൻ്റെ സമാധാനം, സ്വൈര്യത എടുത്തു കളഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആകുലപ്പെട്ട് നിരാശപ്പെട്ട് മുൻപോട്ട് പോകുന്നവരുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങൾക്ക് തരുന്ന ആലോചന, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് സമാധാനമുണ്ട്. യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് സകലത്തിലും ജയമുണ്ട്. നിങ്ങൾ നേരിടുന്ന സകല പ്രശ്നങ്ങൾക്കും ദൈവം ഒരു ജയം തരാൻ ആഗ്രഹിക്കുന്നു, ഒരു വലിയ വിടുതൽ തരാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ! നിങ്ങൾ ഒരു ജയാളിയാണ്, നിങ്ങൾ പരാജയപ്പെട്ടവനല്ല. പലരും പറയും, മനുഷ്യരും പറയും, നിന്റെ പരാജയമാണ് ഈ കഷ്ടത കാണിക്കുന്നത്, നിന്റെ പരാജയമാണ് ഈ പ്രതിസന്ധി കാണിക്കുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഒരു ദൂത് പറയും, ഈ കഷ്ടത കാണിക്കുന്നതിന്റെ പരാജയമല്ല, അതിലൂടെ കടത്തിവിട്ട അടുത്തൊരു പ്രൊമോഷൻ ആ ദൈവം കാണിക്കുന്നു. ഹല്ലേലൂയ! റോമാലേഖനം 8-ാമത്തെ അധ്യായം അതിൻ്റെ 35-36 വാക്യങ്ങൾ കേൾക്കുക. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നതാ കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ. 37-ാം വാക്യം, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഹല്ലേലൂയ! എൻ്റെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകളും വേദനകളും ഇല്ലായ്മകളും ശൂന്യതകളൊക്കെ എൻ്റെ പരാജയമല്ല. യേശുക്രിസ്തു മുഖാന്തരം, എന്നെ സ്നേഹിച്ച യേശുക്രിസ്തു മുഖാന്തരം ഇതിലെല്ലാം ഞാൻ സമ്പൂർണ്ണ ജയം പ്രാപിക്കുന്നു. അപ്പോൾ ഒരു ജയത്തിൻ്റെ ജീവിതമാണ് ഈ പ്രതിസന്ധിക്കകത്തുന്ന ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ജയിക്കും, നിങ്ങൾ പരാജയപ്പെട്ടവനല്ല. ഹല്ലേലൂയ! കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് ഉറപ്പ് കൊടുക്കുകയാണ്, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഞാൻ നിങ്ങളോട് ഇത് സംസാരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വാക്യം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ സമാധാനം, നമ്മുടെ സ്വൈര്യതയൊക്കെ എടുത്തു കളയുന്ന ഒരുപാട് കഷ്ടതകൾ ജീവിതത്തിലുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ. അവിടെയൊക്കെ എങ്ങനെയാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത് നമുക്കറിയത്തില്ല. പക്ഷെ ദൈവം നമ്മുടെ കരം പിടിക്കും. കർത്താവ് പറയാണ്, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന്, യേശുക്രിസ്തുവിലൂടെയുള്ള സമാധാനമാണ് നമ്മുടെ മേലേക്ക് ദൈവം തരാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, ദൈവ സാന്നിധ്യം ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ മുഴക്കാൽ മുടക്കി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ ദൈവം എനിക്ക് സമാധാനം തരും, എൻ്റെ ദൈവം എനിക്ക് വിജയം നൽകി തരും. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ! യേശുക്രിസ്തു ലോകത്തെ ജയിച്ചെങ്കിൽ എനിക്കും കൂടെ അവകാശപ്പെട്ട ജയമാണ്. ആമേൻ. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നതുകൊണ്ട് എനിക്കും കൂടെ ജയം കർത്താവ് നൽകുന്നുണ്ട്. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നമ്മളും ഇതിലെല്ലാം പൂർണ്ണ ജയം ഉള്ളവരായി മാറുന്നു. ഹല്ലേലൂയ! ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് വി ആർ മോർ ദാൻ കോൺകറേഴ്സ്. പിടിച്ചടക്കുന്നവരെക്കാൾ ജയാളികളാണ് നാം. ഹല്ലേലൂയ! ആമേൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ശോധനകളും കഷ്ടതകളും ഒക്കെ ദോഷത്തിനല്ല, ദൈവം നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്യാൻ പോകുന്നത്. ഹല്ലേലൂയ! എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്കുകൾ എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കുവാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. നമ്മുടെ ഉള്ളിൽ ക്ഷീണമുണ്ടാകും, മടുപ്പുണ്ടാകും. ഓരോരോ പ്രശ്നം വരുമ്പോൾ, എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അടിക്കടി പ്രശ്നം വരുമ്പോൾ നമ്മൾ മടുത്തു പോകാൻ സാധ്യതയുണ്ട്. ഒന്നങ്ങോട്ട് കഴിഞ്ഞു കയറി ഒന്ന് സ്വസ്ഥമായി ജീവിക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, ആഗ്രഹിക്കുമ്പോൾ നടപ്പാകുകയില്ല, നടത്താൻ സമ്മതിക്കുകയില്ല. അടുത്തത് കയറി വന്നിരിക്കുന്നു, അടുത്ത ബുദ്ധിമുട്ട്, അടുത്ത സാമ്പത്തിക ബാധ്യത, അടുത്ത പ്രശ്നം കയറി വന്നിരിക്കുന്നു. ഹല്ലേലൂയ! നിങ്ങളുടെ അകത്ത് ക്ഷീണം ഉണ്ടാകരുത്, മടുപ്പുണ്ടാകരുത്. പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ നിങ്ങൾ ധ്യാനിച്ചു കൊള്ളുക. യേശു ഇതിലൂടെ കടന്നുപോയി. ആ യേശു സകലത്തെയും ജയിച്ചു. അവൻ കടന്നു പോവുക മാത്രമല്ല, സകലത്തെയും കീഴടക്കുകയുണ്ടായി, സകലത്തെയും ജയിച്ചു. യേശു നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ! നിങ്ങളെ ജയിപ്പിക്കുവാൻ, നിങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ, നിങ്ങളുടെ പരാജയങ്ങളിൽ നിങ്ങളുടെ കരങ്ങളിൽ പിടിക്കുവാൻ കർത്താവ് കൂടെയുണ്ടെന്നാണ് നിങ്ങളോട് പറയുവാനുള്ള കർത്താവിൻ്റെ ആലോചന. ഹല്ലേലൂയ! ആമേൻ. അടുത്ത ഒരു വചനം, ആമേൻ, സ്തോത്രം. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാക്കുന്നു.
2 കൊരിന്ത്യർ ലേഖനം 4:17 നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യകനം ഞങ്ങൾ കിട്ടുവാൻ ഹേതുവാക്കും. ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതകൾ ദൈവത്തിന്റെ തേജസ് വെച്ച് നോക്കുമ്പോൾ, തേജസ്സിന്റെ ഘനം വെച്ച് നോക്കുമ്പോൾ ഈ കഷ്ടത തീരെ ചെറുതാണ്. ഞങ്ങളുടെ കഷ്ടതകൾ ഞങ്ങളുടെ മേലുള്ള ഡാർക്കായിട്ടുള്ള മാർക്കല്ല, ബ്ലാക്ക് മാർക്കല്ല. ഞങ്ങളുടെ മേൽ കിടക്കാൻ പോകുന്ന ദൈവത്തിന്റെ തേജസ്സായി വെളിപ്പെടാൻ പോകും. ഹല്ലേലൂയ. കഷ്ടതയിലൂടെ കടന്നു പോകുന്നവരെല്ലാം പരിഹസിക്കപ്പെടാറുണ്ട്, ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാറുണ്ട്, മറ്റുള്ളവരെല്ലാം പല അപവാദങ്ങളും പറയാറുണ്ട്. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നിങ്ങളുടെ തേജസ് വർദ്ധിപ്പിക്കും. കീടങ്ങളെയൊക്കെ ദൈവം എടുത്തു കളയും, തേജസ് വർദ്ധിപ്പിക്കും, തേജസ്സിന്റെ ഘനം വർദ്ധിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഏത് വിഷയത്തിലാണ് കൂടുതലായി കഷ്ടത അനുഭവിച്ചത്, ആ വിഷയത്തിൽ ദൈവം നിങ്ങൾക്കൊരു വിജയം തരുമെന്ന് മാത്രമല്ല, ആ വിഷയം അനുഭവിക്കുന്ന ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങളൊരു സാക്ഷ്യമായി മാറും, നിങ്ങളൊരു പരിഹാരമായി മാറും. നിങ്ങളിലൂടെ യേശു ജീവിക്കുന്ന ദൈവമെന്നും നിങ്ങൾ ആ വിഷയത്തിൽ പരാജയപ്പെട്ട് നിങ്ങൾ വിജയിച്ചത് കൊണ്ട് നിങ്ങളിലൂടെ ഒരു വിജയം അനേകർക്ക് ഒരു സാക്ഷ്യമാക്കി ദൈവം മാറ്റും. വിജയത്തിന്റെ സാക്ഷ്യം നിങ്ങളിലൂടെ ദൈവം കാണിച്ചു കൊടുക്കും. ഹല്ലേലൂയ. ദൈവം എഴുന്നേൽപ്പിച്ച് നിർത്തിയിരിക്കുന്ന ബൈബിളിലെ നേതാക്കന്മാരെന്ന് പറയുന്ന അല്ലെങ്കിൽ സ്പിരിച്വൽ ലീഡേഴ്സിനെ നിങ്ങൾ നോക്കിക്കൂ. അവർ കടന്നുപോയ ശോധനകളാണ് അവരെ വലിയവരാക്കിയത്. അവർ ജനിച്ച കുടുംബമോ അവർ വളർന്ന പാരമ്പര്യമോ അല്ലെങ്കിൽ അവര് അനുഭവിച്ച പൊസിഷനൊന്നുമല്ല, അവർ കടന്നുപോയ ശോധനകളാണ് അവരെ വലിയവരാക്കിയിട്ടുള്ളത്. അവരെ ഉറപ്പിച്ചു നിർത്തിയിട്ടും അവരെ ഉയർത്തിയതുമെല്ലാം അവരുടെ കഷ്ടതകളും ശോധനകളുമായിരുന്നു. നിങ്ങളുടെ കഷ്ടതകൾ നിങ്ങളെ താഴ്ത്തില്ല, നിങ്ങളെ തകർക്കില്ല. ദൈവം നിങ്ങളെ ഉയർത്താനുള്ള മുഖാന്തരമാക്കി മാറ്റും. ഹല്ലേലൂയ. അതായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ വിജയത്തിലേക്കുള്ള സ്റ്റെപ്പുകൾ എന്ന് പറയുന്നു. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്നു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിപ്പാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. അതേ പ്രിയമുള്ളവരെ, ഈ കഷ്ടതകളിലൂടെ ഈ വേദനകളിലൂടെയൊക്കെ ക്രിസ്തുവിന്റെ സ്നേഹമാണ് നമ്മിൽ വർദ്ധിച്ചു വരുന്നത്. ആ സ്നേഹത്താൽ സകലത്തെ നമുക്ക് ജയിക്കാൻ കർത്താവ് കൃപ തരും. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി തരുമ്പോൾ തന്നെ അതിനെല്ലാം ഉപരിയായി ചില വിഷയങ്ങളെ ദൈവം ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് കൂടുതൽ സ്നേഹം ആ വിഷയത്തെ ദൈവം നമുക്ക് നൽകി തരും. കാരണം അത് ചില നന്മയ്ക്ക് വേണ്ടി ചെയ്യാനുള്ള ചില പദ്ധതികൾ അതിനകത്ത് കാണും. അതിനകത്തൂടെ ദൈവത്തിന് വെളിപ്പെടുത്താനുള്ള ചില മഹത്വം വെളിപ്പെടുത്താനുള്ള പ്ലാൻ കാണും. അതിനൊരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. ആമേൻ. അവിടെ ദൈവമഹത്വം വെളിപ്പെടുന്നവരെ ചിലപ്പോൾ നമ്മൾ വേദനിക്കും. നമ്മൾ മറുപടി ഇല്ലാതെ, ആൻസർ ഇല്ലാതെ, മറ്റുള്ളവർക്ക് ആൻസർ കൊടുക്കാൻ പറ്റാതെ നമ്മൾ വിഷമിക്കും. പക്ഷെ അവിടെ നിന്ന് സൈലന്റ് ആയിട്ടിരുന്നാൽ മതി. എൻ്റെ ദൈവം ദോഷമൊന്നും ചെയ്യത്തില്ല, എൻ്റെ ദൈവം അത് നന്മയാക്കി മാറ്റും. സമയമാകുമ്പോൾ എനിക്ക് നന്മയ്ക്ക് വേണ്ടി ദൈവം ചെയ്യും. അതിൽ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. അപ്പൊ ചില ശോധനകളൊക്കെ തൽക്കാലത്തേക്ക് നമുക്ക് വിഷമമാണെന്ന് തോന്നുന്ന എബ്രായലേഖനം 12 പറയുന്നുണ്ട്. ഈ ബാലശിക്ഷകളൊക്കെ തൽക്കാലത്തേക്ക് നമുക്ക് വേദന ഉണ്ടാക്കുന്നതാണെങ്കിലും അതൊരു വലിയ അഭ്യാസം പ്രാപിച്ചവർക്ക് എന്താ പറയുന്നത്, അതിനാൽ ആ എക്സസൈസ് ഫുൾഫിൽ ചെയ്ത ആളുകൾക്കെല്ലാം അവരതിനകത്ത് ജയിക്കുന്നവരായി പുറത്തു വരുവാനിടയാകും. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിപ്പാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. അതേപോലെയുള്ളവരെ, നിങ്ങളുടെ പരിശോധനയും നിങ്ങളുടെ കഷ്ടതയും നിങ്ങൾ കടന്നു പോകുന്ന സകല പ്രശ്നങ്ങളും ക്രിസ്തുവിന്റെ സ്നേഹം കൂടുതൽ അനുഭവിച്ചറിയുവാനിടയായി തീരട്ടെ. അതിലൂടെ നിങ്ങൾ ജയത്തിലേക്ക് കടക്കട്ടെ. അതിലൂടെ അവന്റെ സമാധാനം നിങ്ങളിലേക്ക് വരട്ടെ. അതിലൂടെ ദൈവത്തിന്റെ ശക്തിയും അഭിഷേകവും നിങ്ങളുടെ മേൽ കടന്നു വരട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് കർത്താവ് എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനും ദൈവം കഷ്ടതയിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് വേണ്ടി മറുപടിയില്ലാത്ത വിഷയങ്ങൾ നാളുകളായി നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ദൈവം എന്നെ ഇന്ന് നിയോഗം നൽകി ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആ വിഷയങ്ങളെ ഏറ്റെടുത്ത് ആ വിഷയങ്ങളെ എടുത്തുകൊണ്ട് ദൈവസന്നിധി ഒന്ന് പറ, കർത്താവേ എൻ്റെ വിഷയമായി വരുന്നു. ഇന്ന് ഞങ്ങൾ ഈ വചനം പ്രഖ്യാപിക്കുമ്പോൾ, ഈ വചനം കേൾക്കുമ്പോൾ, ഈ കഷ്ടതകളും വേദനകളും അതിനകത്ത് ഞങ്ങൾക്കൊരു ജയമുണ്ട്. കർത്താവെ, ആ ദൂത് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. പ്രിയ കർത്താവെ, ഇന്ന് ഞങ്ങൾ ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഈ പ്രശ്നങ്ങളൊന്നും ഞങ്ങളെ അകറ്റുവാൻ ശക്തിയുള്ളതല്ല. ഞങ്ങൾ ക്രിസ്തു യേശുവിൽ സകലത്തിലും ജയാളികളാണ്. ക്രിസ്തുവിന്റെ സ്നേഹമാണ് വലുത്. ഞങ്ങളുടെ പ്രശ്നങ്ങളെക്കാൾ വലിയ സ്നേഹം യേശു. ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആരൊക്കെ കർത്താവെ ഈ വചനം കേട്ടിട്ട് ഇപ്പോഴത്തെ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നു, ഇപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കഷ്ടതകളിൽ ഒരു ആൻസർ, ഒരു മറുപടി ഇന്ന് വെളിപ്പെട്ട് വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ ഫെബ്രുവരി മാസം ദൈവത്തിന്റെ മറുപടികൾ കാണട്ടെ, ദൈവത്തിന്റെ വിടുതലുകൾ കാണട്ടെ. ഒരു വലിയ ജയം കാണട്ടെ. നിന്ദിച്ചവരുടെ നടുവിൽ, പരിഹസിച്ചവരുടെ നടുവിൽ ദൈവത്തിന്റെ മറുപടികൾ വെളിപ്പെട്ടു വരട്ടെ.
കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യണം. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം എല്ലാ കഷ്ടതകളിലും പ്രശ്നങ്ങളിലും നമ്മൾ പൂർണ്ണ ജയാളികളായി മാറും. ഹല്ലേലൂയ. ഈ മെസ്സേജ് നിങ്ങൾ കുറച്ച് പേർക്ക് ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വിക്ടോറിയസ് ഡേ.